ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ വീഡിയോ ഉണ്ട്. അപ്പോൾ സംഭവം എയർപോർട്ട് ലോഞ്ചിനെ പറ്റിയിട്ടാണ്. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് പോയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. എയർപോർട്ടിലെ ഫുഡിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ലോഞ്ച് ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇതേവരെ ലോഞ്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയില്ല നമ്മുടെ കാർഡ് ആക്സസിബിൾ ആണോ എന്ന്. ഭാഗ്യത്തിന് ഞങ്ങളുടെ 2 കാർഡും ആക്സസിബിൾ ആയിരുന്നു. എൻ്റെ കാർഡ് HDFCൻ്റെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡായിരുന്നു. അതുലിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡായിരുന്നു. എനിക്ക് ക്രെഡിറ്റ് കാർഡില്ല, എനിക്ക് ഡെബിറ്റ് കാർഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ അടുത്ത് എൻ്റെ കാർഡ് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയത് അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാ 100 രൂപ എന്തോ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റിനത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആക്സസ് കിട്ടിയിരുന്നത്. അല്ലെങ്കിൽ ഞാൻ വായി നോക്കി അതിൽ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഞങ്ങൾ ഇതിൽ കയറി. അൺലിമിറ്റഡ് ഫുഡാണ്. ഫുഡിൻ്റെ ഒരു എന്താ പറയുക, ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇതേപോലെ ക്യാpuchino, കുക്കീസ്, അങ്ങനത്തെ ഒരു സെഷൻ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഒരു ബുഫേ ടൈപ്പ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കൗണ്ടേഴ്സിൽ ഡിസേർട്ട്സ് ഉണ്ട്. എന്താ പറയുക, ഐസ്ക്രീം, കുക്കീസ്, പിന്നെ ചാട്ട്സ് ഉണ്ട്, പിന്നെ ദോശ ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്. ഡ്രിങ്ക്സിന് പക്ഷേ പേ ചെയ്യണമെന്ന് തോന്നുന്നു. ഇതെന്തോ പൊടി ഇഡ്ഡലിയോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ ഇത് എന്താ ബ്ലൂബെറി മഫിനോ അങ്ങനത്തെ എന്തോ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു ബ്ലൂബെറി സോസൊക്കെ വരുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതേപോലെ ഫ്ലൈറ്റ് ഇങ്ങനെ എന്താ പറയുക, ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം അൺലിമിറ്റഡ് ആയതുകൊണ്ട് മാക്സിമം സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കെട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാര്യം 2 രൂപയ്ക്ക് അവിടെയുള്ള എന്തും നമുക്ക് എടുത്തിട്ട് പോവാം. അപ്പോൾ ബാംഗ്ലൂരിലത്തെ ലോഞ്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. കാര്യം 2 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ ഓഫറാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഇഴവിഴുങ്ങിയ ഒരു ഫീലിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബാംഗ്ലൂരിലത്തെ എയർപോർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ ഡൽഹിയിലും ലോഞ്ച് ആക്സസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല എക്സ്പെക്റ്റേഷനാണ്. കാര്യം എന്താണ്, ക്യാപിറ്റലാണല്ലോ, വലിയ എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ അകത്ത് കയറിയത്. നല്ല അടിപൊളി എൻട്രൻസ് ആയിരുന്നു. ലൈറ്റിംഗ് ഒക്കെ കൊള്ളാം. പിന്നെ സീറ്റിംഗ് ഫെസിലിറ്റീസൊക്കെ ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് കയറിയത്. പക്ഷേ ഫുഡിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും വീണുടഞ്ഞു. കാരണം ആകെ ഒരു വെജിറ്റേറിയനായിട്ടൊരു പുലാവ്, പിന്നെ ഒരു റൊട്ടി, പിന്നെ ഒരു പാലക് പനീർ, പിന്നെ ഒരു ബട്ടർ ചിക്കൻ. ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് പോലും പോയി. പിന്നെ കുറച്ച് സാലഡ് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഡെസേർട്ട് എന്ന് പറയാൻ ആകെ ഒരു സേമിയ പായസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാച്ചോസ്, പിന്നെ അൺലിമിറ്റഡ് വെള്ളം കുപ്പി. അതിപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ എയർപോർട്ട് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ 2 റുപ്പീസ് ആക്സസിബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1700 രൂപ കൊടുത്തിട്ടാണ് കയറേണ്ടത്. ബാംഗ്ലൂരിൽ 1700 രൂപ കൊടുത്താലും നഷ്ടമില്ല. പക്ഷേ ഡൽഹി ആണെന്നുണ്ടെങ്കിൽ ആ പരിസരത്തേക്ക് പോകാണ്ടിരിക്കാൻ നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.